Hi all, this is Dr. Rekha Nair. Welcome to my channel, The English Forum. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ആന്തം എന്ന് പറഞ്ഞിട്ടുള്ള പോമാണ് ലിയോണാർഡ് കോഹൻ എഴുതിയിട്ടുള്ള പോമാണ്. ഐ എം സോറി, ഇറ്റ്സ് നോട്ട് എ പോം, ഇറ്റ്സ് എ സോങ് ഇൻ ഫാക്ട്. ആൻഡ് കോഹൻ ഇസ് എ Canadian singer-songwriter. And this song has been included in the syllabus of AEC English Language Skills for Humanities and other BA programs. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു സോങ് ചൂസ് ചെയ്തത്. ഈ ലിയോണാർഡ് കോഹൻ എന്ന് പറയുന്ന റൈറ്റർ, സിംഗർ സോങ് റൈറ്റർ, ഹി വാസ് എ മ്യൂസീഷ്യൻ, ഹി വാസ് എൻ എൻ്റർടൈനർ. അദ്ദേഹത്തിന് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു സോങ് ആണ് ഈ ആന്തം എന്ന് പറയുന്നത്. ഇനി ഇദ്ദേഹത്തിൻ്റെ ഒരു ബിലീഫ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുള്ളതാണ്, life is imperfect, there is a crack in everything, and when there is a ray of hope, it leads to reconciliations, repentance and resurrection. അല്ലേ, ലൈഫ് എന്ന് പറയുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാധനമല്ല. എല്ലാത്തിലും ഒരു ചെറിയ ക്രാക്ക് എന്ന് വെച്ചാൽ ഒരു ചെറിയ വിള്ളൽ അല്ലേ ഒക്കെ ഉണ്ട്. പക്ഷെ ആ വിള്ളലിൽ കൂടിയാണ് നമുക്ക് റിസറക്ഷൻ പോസിബിൾ ആവുന്നത്, അല്ലെങ്കിൽ അതിലൂടെയാണ് നമുക്കൊരു വെളിച്ചം കണ്ടെത്താൻ സാധിക്കുന്നത്. ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സോങ്ങിലേക്ക് കിടക്കാം. The birds they sang at the break of day start again. I heard them say, don't dwell on what has passed away or what is yet to be. അല്ലേ, എന്താ പറയുന്നത്? ബേർഡ്സ് ഇങ്ങനെ പാട്ട് പാടുന്നു അല്ലേ. എന്ത് പാട്ടാ പാടുന്നത്? എപ്പോഴാ പാടുന്നത്? അറ്റ് ദ ബ്രേക്ക് ഓഫ് ഡേ അല്ലേ. സോ ദ ബേർഡ്സ് ആർ സിംഗിങ് അറ്റ് ഡോൺ അല്ലേ, ഇൻ ദ ഡോൺ. എന്താണ് അവർ പാടുന്നത്? They are singing that, or through their song they are conveying a great message. എന്ത് മെസ്സേജാണ് അവർ കൺവേ ചെയ്യുന്നത്? That we should be able to renew things. Like start again, I heard them say. അവർ പറയുന്നത് ഞാൻ കേട്ടു. എന്ത്? To start again. എല്ലാ കാര്യങ്ങളും പുതുതായി തുടങ്ങൂ, കഴിഞ്ഞത് കഴിഞ്ഞു അല്ലേ. Don't dwell on what has passed away അല്ലേ. കഴിഞ്ഞതിൽ ഒന്നും ഇങ്ങനെ തങ്ങി നിൽക്കരുത് അല്ലേ. They are advising us not to dwell on things that has happened on past അല്ലേ, that has happened in the past. കഴിഞ്ഞു പോയ കാര്യങ്ങളിൽ കുടുങ്ങിക്കിടക്കരുത്. Or what is yet to be. അതുപോലെ തന്നെ you should not be anxious about your future അല്ലേ. അപ്പോൾ ബേർഡ്സ് കാലത്ത് പാടുന്ന പാട്ടാണ് എന്ത്? എല്ലാം റിന്യൂ ചെയ്ത് തുടങ്ങൂ അല്ലേ. സ്റ്റാർട്ട് എവറിത്തിങ് anew and don't dwell on your past or don't be anxious about your future. ഇതാണ് ബേർഡ്സ് പറയുന്ന ഒരു അഡ്വൈസ്. ബേർഡ്സ് അവരുടെ മോർണിംഗ് സോങ്സിലൂടെ പറയുന്ന ഒരു അഡ്വൈസ് ആണത്. The wars they will be fought again, the holy dove she will be caught again, bought and sold and bought again, the dove is never free. We know doves of symbols of peace അല്ലേ. സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവ് എന്ന് നമ്മൾ പറയും അല്ലേ. അപ്പോൾ ഡവ് എന്ന് പറയുന്നത് എപ്പോഴും സമാധാനത്തിനെ ഡിനോട്ട് ചെയ്യുന്ന ഒരു സിമ്പിളാണ് അല്ലേ. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വാർസ് ഇനിയും ഉണ്ടായിക്കൊണ്ടേയിരിക്കും അല്ലേ. ദ വാർസ് ദേ വിൽ ബി ഫോട്ട് അഗെയിൻ അല്ലേ. കൺട്രീസ് വിൽ കണ്ടിന്യൂ ടു ഇൻഡൾജ് ഇൻ വാർസ് അല്ലേ. ദർ ഈസ് സംതിങ് റിക്കറിങ് അല്ലേ. അതുകൊണ്ട് തന്നെ എന്താണ്, നമുക്ക് മുഴുവനായിട്ടുള്ളൊരു സമാധാനം നമുക്ക് കണ്ടെത്താൻ പറ്റുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത് എന്നാണ് പറയുന്നത്. Ring the bells that still can ring. Forget your perfect offering. There is a crack in everything. That's how the light gets in. ഇതൊരു പാട്ടാണ് കേട്ടോ. ഞാൻ പാടുകയല്ല ചെയ്യുന്നത്, ഇതൊരു പോം വായിക്കുന്ന രീതിയിലാണ് ഞാൻ വായിക്കുന്നത്. ബട്ട് ദിസ് ഇസ് എ സോങ്. ഞാനങ്ങനെ വായിക്കുമ്പോൾ അത് പോം ആണെന്നുള്ളൊരു ഫീല് നിങ്ങൾക്ക് കിട്ടരുത്. പക്ഷേ നമുക്കിപ്പോൾ ഇത് ക്ലാസ് കൺവേ ചെയ്യാന്നുള്ളതാണ്, അതിൻ്റെ മീനിങ് കൺവേ ചെയ്യാന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി ഞാനത് പറയുന്നു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പോയം വായിക്കുന്ന രീതിയായി പോവും എനിക്ക് വായിക്കുമ്പോൾ. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്ന എന്താണ്? റിംഗ് ദ ബെൽസ് ദാറ്റ് സ്റ്റിൽ ക്യാൻ റിംഗ് അല്ലേ. എന്താ പറയുന്നത്? എല്ലാ ബെല്ലും നമുക്ക് മുഴക്കാൻ പറ്റണം എന്നില്ല. ഡു വാട്ട് എവർ യു ക്യാൻ ഡു. എല്ലാ ബെൽസും നമുക്ക് മുഴക്കാൻ പറ്റണം എന്ന് വാശി പിടിക്കരുത്.
Forget your perfect offering. Don't wait for a perfect moment. Don't wait for a perfect opportunity. പിന്നെ എന്താ പറയുന്നത്? There is a crack in everything. That's how the light gets in. എല്ലാത്തിലും ഒരു വിള്ളലുണ്ട്. ആ വിള്ളലിൽ കൂടി തന്നെയാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള മൊമെന്റ്, പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കണ്ടീഷൻ അങ്ങനെ ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്നാണ് നമ്മളോട് ഇവർ പറയുന്നത്. We asked for signs, the signs were sent. The birth betrayed, the marriage spent. Yeah, and the widowhood of every government, signs for all to see. അല്ലേ? ഇപ്പം എന്താ പറയുന്നത്? നമ്മൾ സാധാരണയായിട്ട് നല്ല ഒമൻ സയൻസ് ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നല്ല ഒമൻ OMEN അതിനു വേണ്ടി നമ്മൾ നോക്കാറുണ്ട് അല്ലേ? So we usually wait for some spiritual guidance or some spiritual reassurance അല്ലേ? അതായത് ഈ എന്താ പറയുക, ഭൂമിയിൽ നിന്ന് യുദ്ധങ്ങളൊക്കെ ഇല്ലാണ്ടാവും, സമാധാനം ഉണ്ടാവും എന്നൊക്കെയുള്ള തരത്തിലുള്ള റീഅഷുറൻസ് നമ്മൾ തരുന്ന സിമ്പിൾസ് നമ്മൾ നേച്ചറിൽ നിന്നും തന്നെ നമ്മൾ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ എന്താ ഉണ്ടാവുന്നത് നേരെ ഓപ്പോസിറ്റ് ആണ്. ദ സൈൻസ് വാസ് സെൻറ്റ്. വി ഡു ഗെറ്റ് സൈൻസ് അല്ലേ? നമുക്ക് സൈൻസ് കിട്ടുന്നുണ്ട്. പക്ഷെ എന്താണ്? The birth betrayed, the marriage spent, yeah, and the widowhood of every government, signs for all to see. അല്ലേ? അവിടെ എന്താണ്? നമുക്ക് we do get signs, പക്ഷേ they are എന്താ പറയുക, they are repressing, അല്ലെങ്കിൽ അവരൊരു they are not what we have hoped for അല്ലേ? അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലത്തെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒമൻസ് അല്ല നമുക്ക് കിട്ടുന്നത്. they are all negative. whatever signs we get from nature, all those signs or all those omens are നെഗറ്റീവ്. നമുക്ക് കിട്ടുന്ന ആ സൈൻസ് എല്ലാം തന്നെ നെഗറ്റീവ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒരു എന്താ പറയുക, ഒന്നിലും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ കിട്ടുന്ന തരത്തിലുള്ള ഒമൻസ് അല്ല, അങ്ങനത്തെ ഒരു റീഅഷുറൻസ് നമുക്ക് കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. I can't run no more with the lawless crowd. ഇതിൻ്റെ ഇടയിലും റിംഗ് ദ ബെൽസ് വരുന്നുണ്ട് കേട്ടോ. ഈ റിംഗ് ദ ബെൽസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റാൻസ അത് ആക്ച്വലി കോറസ് ആയിട്ട് പാടുന്നതാണ്. അതുകൊണ്ടാണ് ഇറ്റ് ഈസ് റിപ്പീറ്റഡ് ആഫ്റ്റർ എവറി സ്റ്റാൻസ. I can't run no more with the lawless crowd, while the killers in high places say their prayers out loud. But they had summoned up a thundercloud. They're going to hear from me. അല്ലേ? അപ്പോൾ എന്താ പറയുന്നത്? I can't run no more. അല്ലേ? അവിടെ no more എന്ന് ഉദ്ദേശിക്കുന്നത് anymore എന്നാണ്. എന്താണ് ഇദ്ദേഹം പറയുന്നത്? ഐ കാൻ ടോളറേറ്റ് ദിസ് ലോലെസ് ക്രൗഡ് എനിമോർ. അല്ലേ? ഈ ക്രൗഡ്, നമുക്ക് ചുറ്റുമുള്ള ഈ ആളുകൾ, ഈ സൊസൈറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ദ സൊസൈറ്റി ഈസ് കറപ്റ്റഡ് അല്ലേ? ദേ ആർ ലോലെസ്. അതായത് ഒരു ലോയ്ക്കും കൺട്രോളബിൾ ആയിട്ടുള്ള ഒരു സൊസൈറ്റി അല്ല നമുക്ക് ചുറ്റുമുള്ളത് അല്ലേ? ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി അബ്സല്യൂട്ട്ലി കയോട്ടിക് എന്നാണ് പോയിട്ട് പറയുന്നത്. I can't tolerate this chaotic crowd. I can't tolerate this corrupt society anymore എന്നാണ് റൈറ്റർ പറയുന്നത്, സിംഗർ പറയുന്നത്. While the killers in high places say their prayers out loud. അല്ലേ? ഈ വലിയ വലിയ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എന്താണ്, അവർ വലിയ വലിയ ഇതൊക്കെ പറയും അല്ലേ? ഇങ്ങനെ പ്രേയേഴ്സ് ഒക്കെ പറയും, നല്ല നല്ല സംഭാഷണങ്ങളൊക്കെ പറയും. പക്ഷേ ദേ ആർ കില്ലേഴ്സ് അല്ലേ? അവർ കില്ലേഴ്സ് ആണ്. കാരണം നമ്മൾ നേരത്തെ സ്റ്റാൻസയിൽ പറഞ്ഞു യുദ്ധം ചെയ്യുന്നു അല്ലേ? അപ്പോൾ അവർ ആക്ച്വലി കില്ലേഴ്സാണ്. അവർ നല്ല ആളുകളൊന്നുമല്ല. അവർ എന്താണ്, അവരുടെ ആ ഒരു ഓരോ ആക്റ്റും എന്താണ്, അതൊക്കെ ഒരു ഹിപ്പോക്രസി മാത്രമാണ് എന്നാണ് പറയുന്നത്. പക്ഷേ എന്താ പറയുന്നത്? ബട്ട് ദേ ഹാവ് സമൺഡ് അപ്പ് എ തണ്ടർ ക്ലൗഡ് അല്ലേ? എന്താ പറയുന്നത്? ദേ ഹാവ് ട്രിഗേർഡ് മീ അല്ലേ? ഈ സിംഗർ പറയാണ് അവരൊരു എന്നെ തണ്ടർ ക്ലൗഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു പക്ഷെ സിംഗറിനെ തന്നെയായിരിക്കാം, സ്വയം വിശേഷിപ്പിക്കുന്നതായിരിക്കാം. അവരെന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത്, എന്ത് ട്രിഗർ ചെയ്തിരിക്കുന്നത് അല്ലേ? ദേ ആർ ഗോയിങ് ടു ഹിയർ ഫ്രം മീ. എന്താ പറയുന്നത്? ഐ വിൽ സ്റ്റാൻഡ് അഗെയിൻസ്റ്റ് ദം. ഞാൻ അവർക്ക് എഗെയിൻസ്റ്റ് നിൽക്കും. ഞാൻ അവരുടെ ഈ എന്താ പറയുക ഹിപ്പോക്രസിയും കണ്ടിട്ട് ഞാൻ മിണ്ടാണ്ട് നിൽക്കാൻ പോകുന്നില്ല. ഓക്കെ, അഗെയിൻ റിംഗ് ദ ബെൽസ് എന്നുള്ള ആ ഒരു സ്റ്റാൻസ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഞാൻ റിപ്പീറ്റഡ്ലി എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അടുത്ത സ്റ്റാൻസ നമുക്ക് നോക്കാം. യു ക്യാൻ ആഡ് അപ്പ് ദ പാർട്സ് ബട്ട് യു വോണ്ട് ഹാവ് ദ സം. യു ക്യാൻ സ്ട്രൈക്ക് അപ്പ്
the march, there is no drum. Every heart to love will come, but like a refugee. Okay, ഇവിടെ എന്താ പറയുന്നത്? നിങ്ങൾ എന്തൊക്കെ ടോട്ടലായിട്ട് ആഡ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാലും യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ സം. ഓക്കെ, നിങ്ങൾ എല്ലാ പാർട്സും വെച്ച് ഈ ഭൂലോകത്തുള്ള എല്ലാ പാർട്സും വെച്ച് ആഡ് ചെയ്ത് കഴിഞ്ഞാലും യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് എ ഡെഫിനറ്റ് മീനിങ് ഓഫ് എനിത്തിങ്. കാരണം യു കനോട്ട് അണ്ടർസ്റ്റാൻഡ് ലൈഫ് ത്രൂ ലോജിക്. നമുക്കിത് ലോജിക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല ലൈഫ്. ഓക്കെ, നമ്മളെല്ലാം കൂട്ടിയും കഴിച്ച് നോക്കിയാലും നമുക്ക് അതിൻ്റെ ഒരു അബ്സല്യൂട്ട് വാല്യൂ കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇമ്പോസിബിൾ തിങ് എന്നാണ് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? യു ക്യാൻ സ്ട്രൈക്ക് അപ്പ് ദ മാർച്ച്. ഓക്കെ, അതായത് യു ക്യാൻ പ്ലേ ദ മ്യൂസിക്. ഓക്കെ, പക്ഷേ അതായത് ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ, യു ക്യാൻ ട്രൈ ടു ഓർഗനൈസ് ദ പീപ്പിൾ അറൗണ്ട് യു. പക്ഷേ ഒരു അണ്ടർലൈങ് റിതം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ആബ്സെന്റ്. ദർ ഇസ് നോ ഡ്രം, ദർ ഇസ് നോ അണ്ടർലൈങ് റിതം. അതായത് ദർ ഇസ് നോ കൺട്രോൾ ഓവർ പീപ്പിൾ. മൊത്തം കയോട്ടിക് ആണ് എന്നാണ് പറയുന്നത്. യു ക്യാൻ പ്ലേ ദ മ്യൂസിക്, പക്ഷെ ആ മ്യൂസിക്കിനനുസരിച്ച് ആളുകളെ കൊണ്ടുവരാൻ സാധിക്കും എന്ന് നിങ്ങൾ വിചാരിക്കരുത്. ബിക്കോസ് പീപ്പിൾ ആർ അൺകൺട്രോളബിൾ. ദ സൊസൈറ്റി ഈസ് അബ്സല്യൂട്ട്ലി കയോട്ടിക് എന്നാണ് പറയുന്നത്. Every heart to love will come, but like a refugee. അപ്പം എന്താ പറയുന്നത്? ഇതൊക്കെയാണെങ്കിലും എന്താണ്? In the end, every person will seek love, though they will be in a desperate state like a refugee. അതായത് എല്ലാ ആളുകളും അൾട്ടിമേറ്റ്ലി എന്താണ്? സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട്, സ്നേഹം കൊതിക്കുന്നുണ്ട്. പക്ഷെ ആ സ്നേഹം കൊതിക്കുന്നത് എങ്ങനെയാണ്? ഒരു റെഫ്യൂജീനെ പോലെയാണ്. മനസ്സിലായോ? അത് അത്രയും ഒരു ഡെസ്പറേറ്റ് ആയിട്ടുള്ള സ്റ്റേറ്റിലാണ് ഈ ആളുകൾ ഉള്ളത് എന്നാണ് പറയുന്നത്. പിന്നെയും അതേ സ്റ്റാൻസ് തന്നെയാണ്. Ring the bells that still can ring. Forget your perfect offering. There is a crack in everything. That's how the light gets in. അല്ലേ? ഇവിടെ ഞാൻ ജെമിനായിന്ന് എടുത്തിട്ടുള്ള പിക്ചേഴ്സ് ആണ് കേട്ടോ ഇതെല്ലാം. ജെമിനായി ക്രിയേറ്റ് ചെയ്ത് തന്നതാണ്. അപ്പോൾ ജെമിനായിൽ ഈ ഒരു പിക്ക് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം എന്താണ്. ആ ബെല്ല് നോക്കൂ, ആ ബെല്ലിൽ വിടവുണ്ട്, അല്ല ഒരു ക്രാക്ക് നമുക്ക് കാണാം. ആ ക്രാക്കിൽ കൂടെയാണ് ലൈറ്റ് കിട്ടുന്നത് അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു പെർഫെക്റ്റ് മൊമെന്റിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. ടു വാട്ട് എവർ ഗുഡ് യു ക്യാൻ ഡു റൈറ്റ് നൗ അല്ലേ? എപ്പോൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ വെനെവർ ഇറ്റ് ഈസ് പോസിബിൾ ഫോർ യു, എപ്പോൾ പറ്റുന്നോ അപ്പോൾ നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യുക. ഡോണ്ട് വെയിറ്റ് ഫോർ എ പെർഫെക്റ്റ് മൊമെന്റ്. അങ്ങനെ ഒരു പെർഫെക്റ്റ് മൊമെന്റ് ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ലൈൻസ് തന്നെയാണ്, റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. ഓക്കെ, അത് കോറസ് പാടുന്ന ഭാഗമാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും ഈ സോങ് എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്തൊരു പോമോ അടുത്തൊരു ലെസണായിട്ട് നമുക്ക് അധികം താമസിയാതെ തന്നെ കാണാം. താങ്ക് യു.